ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ പുതിയ വണ്ടിയുടെ കന്നി ഓട്ടമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. നമുക്ക് അഴീക്കൽ ബീച്ചിൽ പോകാനാണ്. അപ്പം നമ്മുടെ ബസ് ഇതാ പുറകെ കിടപ്പുണ്ട്. പിന്നെ പിള്ളേരല്ല, ഈ ഫാമിലിയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ ചെക്കനാണ്ട് പുതിയ ഓട്ടം പോകാൻ ഒരുങ്ങി കിടക്കുകയാണ്. ഒരു കുളി സീനൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. അപ്പം നമുക്ക് ബസ്സിലോട്ട് കയറാൻ ചെന്നു. ഓക്കെ ഗൈസ്, അപ്പം പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. പിന്നെ ഇതിലും നല്ല വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നതാണ്. അപ്പം എല്ലാവരും ബെൽ ബട്ടണൊക്കെ എനേബിൾ ചെയ്ത് വെക്കണം. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഫസ്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്. നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത് കാണിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിലേ ഇങ്ങ് പോകുന്നു. നമ്മുടെ അടുത്തു നിന്നൊന്നും അല്ലായിരുന്നു ഓട്ടം, ഒത്തിരി ദൂരെ ഒരു സ്ഥലത്തു നിന്നായിരുന്നു ഓട്ടം വന്നേക്കുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് കണ്ട് എടുത്തിട്ടുണ്ട് വണ്ടി. നമുക്കിനി നേരെ പറത്തി അടിച്ചങ്ങ് വിടാം. പുതിയ ഓട്ടമാണ്. പിന്നെ നമ്മൾ വണ്ടി ചെറിയ ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ, അതൊക്കെ നമ്മളൊന്ന് ചെയ്യാൻ പോയായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പം നമുക്ക് ഇവിടെ ട്രാഫിക്കാണ് വന്നേക്കുന്നത്. അപ്പം നമ്മളതൊക്കെ ഒന്ന് പാലിച്ചേ ഇനിയും പോകത്തുള്ളൂ. പുതിയ വണ്ടിയല്ലേ, കുറച്ച് ദിവസം അതൊക്കെ നോക്കാം. പിന്നെ നമുക്കെന്ത് ട്രാഫിക്ക്. അപ്പം ഗൈസ്, അപ്പം നമുക്കിവിടുന്ന് ലെഫ്റ്റാണ് ഓടിക്കേണ്ടത്. വണ്ടിയൊന്നുമില്ല. തിരിച്ചോ. ഗൈസ്, അപ്പം കിളിയൊന്നുമില്ല. കിളിയെ വല്ലതും കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പുതിയ കിളികൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കേണ്ടതാണ്. നമ്മുടെ വണ്ടിയെ കയറാൻ താല്പര്യമുള്ളവർക്ക് വരാം. ഇവിടുന്ന് വേണ്ട നമുക്ക് റൈറ്റ് തിരിയുക, എന്നിട്ട് അങ്ങോട്ട് പറത്തി അങ്ങോട്ട് വിടുക. ഒരു ഒമിനി വന്ന് പാസൊക്കെ അടിച്ച് കാണിക്കുന്നത് എന്തോ ഇതിനാന്ന് ആർക്കറിയാം. നമുക്ക് ഇവിടെ വേണ്ട അപ്പുറത്തെ സൈഡിൽ കാണുന്നതാണ് ആൾക്കാർ കണ്ടിവിടെ അത് തന്നെ. അപ്പം നമുക്ക് ഇച്ചിരി ഫ്രണ്ടിൽ ചെന്നിട്ടേ യൂ ടേൺ എടുത്ത് വരാൻ പറ്റത്തുള്ളൂ. അവിടെ ഇട്ട് യൂ ടേൺ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് യൂ ടേൺ എടുക്കുകയാണ്. വീശാൻ പോവുകയാണ്. സൈഡിൽ ഇരിക്കുന്നവരെല്ലാം കൂടെ മാറി നിന്നാട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ വീശയാണ്. ബ്രേക്കൊക്കെ ഒന്ന് പിടിക്കേണ്ടി വന്നു. പുതിയ വണ്ടിയല്ലയോ ഗൈസ്, നമ്മൾ ബ്രേക്ക് പിടിക്കാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടുപോകും ഗൈസ്. അപ്പം നമ്മൾ കൊണ്ടുവന്ന് ഫാമിലിയാ ഗൈസ്. അപ്പം നമ്മൾ ഫാമിലി ട്രിപ്പാണ്. ഓക്കെ, അപ്പം പിള്ളേരെ ഒന്നും എടുത്തുകൊണ്ട് കയറുന്നതായിട്ട് കാണുന്നില്ല ഗൈസ്. പിന്നെ കുറേ കൊച്ചാട്ടന്മാരുണ്ട് ഗൈസ്, അതാണ് വിഷയം. കൊച്ചാട്ടന്മാർ ക്യാമറയൊക്കെ ആയിട്ട് ഉണ്ട്. നമുക്കപ്പോൾ അതവിടെ ചെന്നിട്ട് കാണാം. അപ്പം നമ്മളിവിടെ നേരെ വണ്ടി വിടട്ടെ. ഓക്കെ, അപ്പം ഉണ്ട് ഗൈസ്. എന്തുവാ അത്, ഞാനോ പെട്ടിയോട്ടോ ഏതാന്നാ, ഒരു മഞ്ഞ വണ്ടി ഇപ്പം സാമാനം കൊണ്ടിടിച്ച് കയറ്റിയത്. നമുക്ക് ഇവിടുന്ന് യൂ ടേൺ ആണ് പോകേണ്ടത് നമ്മൾ. പക്ഷെ അപ്പുറത്തെ സൈഡിൽ നിന്ന് അവർക്ക് നിന്നാൽ പോരായിരുന്നു. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അപ്പുറത്തൊക്കെ കൊണ്ടുപോകണം. പിന്നെ നമ്മൾ നല്ല ഇതായിട്ടങ്ങ് നിൽക്കുകയാണ്. നമുക്ക് കിളിയില്ല. കിളിയെ സെറ്റാക്കണം എങ്ങനെയും. കിളിയില്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി ഒറ്റയ്ക്ക് ഓടിക്കാൻ. പിന്നെ നമ്മളങ്ങ് വെച്ച് അലക്കുന്നതേ ഉള്ളു ഗൈസ്. അപ്പോൾ പിന്നെ നമ്മുടെ ഈ പാട്ട് വെക്കാൻ പറ്റത്തില്ല ഗൈസ്. നമ്മുടെ ഒരു ഇതടിച്ചു പോയി. അത് ഞാൻ വോക്കലൊന്ന് ഇട്ട് നോക്കിയതാണ് ഗൈസ്. അപ്പം നമ്മുടെ സ്റ്റീരിയോ എല്ലാം കൂടെ അടിച്ച് കത്തിപ്പോയി. കുഴപ്പമില്ല, അത് നമുക്ക് ശരിയാക്കി എടുക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ സുരേഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഈ സോങ് ഒന്നും കാണത്തില്ല. ഇന്ന് പോകുന്നവർക്ക് ഒരു എൻ്റർടൈൻ പിള്ളേർ സെറ്റൊന്നുമില്ല, അതുകൊണ്ട് വിഷയമില്ല. കോളേജ് ട്രിപ്പൊന്നും അല്ലല്ലോ. കോളേജ് ട്രിപ്പൊക്കെ ആണെങ്കിൽ കത്തിക്കത്തുള്ളൂ നമ്മൾ. ഗൈസ് ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ നോക്കുവാണ്, പക്ഷെ നടക്കുന്നില്ല അങ്ങോട്ട്. ഓക്കെ, അപ്പം നമ്മളിവിടുന്ന് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ ഇവിടെ ഒരു ബീച്ചുണ്ട് ഗൈസ്. നമ്മുടെ ഈ അടുത്തൊരു ബീച്ചുണ്ട്, പക്ഷെ ഇവർക്കതൊന്നും കാണണ്ട. ഇവരത് സ്ഥിരം കാണുന്നതുകൊണ്ട് അവർക്കൊന്നും കണ്ട. നമ്മുടെ ബീച്ച് എത്തി കണ്ട റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഗൈസ് ബീച്ച്. അതുകൊണ്ട് ഒരു ലോറിക്കാരൻ അവിടെ കൊണ്ടൊരു സ്കൂട്ടറുകാർക്ക് കയറ്റിയെന്ന് തോന്നുന്നു. അത് നമുക്ക് വിഷയമില്ല ഗൈസ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ഈ ബീച്ചിനൊരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. നമുക്കത് തിരിച്ചു വരുമ്പോൾ എന്തായാലും ഇറങ്ങി കാണാം.
അങ്ങോട്ട് പോകുമ്പം നമുക്ക് പെട്ടെന്ന് എങ്കിലും പോയിട്ട് ഇങ്ങ് തിരിച്ച് വരാം. അഴീക്കൽ നമ്മൾ വേണ്ട, അത് നിങ്ങൾ കണ്ട സൈഡിൽ കാണുന്നതാണ്. അപ്പം ഇവിടെ ഒരു പാലമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തുവാന്ന് ആർക്കറിയാം. കായലും ഇതും കൂടെ ഇതാകുന്ന ഞാൻ തോന്നുന്നു. കായലും കടലും ഒക്കെ എന്തോ നമുക്കതൊന്നും അറിയത്തില്ല. അപ്പോൾ കേസ് നമ്മൾ നേരെ അവിടെ ചെന്നിട്ട് കാണാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു പമ്പിൽ വന്ന് നിർത്തിയായിരുന്നു. പെട്രോൾ അടിക്കണമായിരുന്നു. പെട്രോൾ എന്താവാണേ, പെട്രോളും പോട്ടെ, ഡീസലേ. അപ്പോൾ നമ്മൾ ഡീസലൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. നമുക്ക് ഫോട്ടോ 2-3 എടുക്കണമായിരുന്നു. അപ്പോൾ നമ്മളത് എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് തമ്നെയിലൊക്കെ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വേറെ എടുത്തിട്ടുണ്ട് വണ്ടി. ഈ ഗൈസ് ഇനി ഒരു ഇച്ചിരിയും കൂടെ ഉള്ളൂ. നമുക്ക് അവിടെ വന്നിട്ട് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിയണം. ലെഫ്റ്റും പോട്ടെ ഗൈസ്, എല്ലാം തെറ്റുക. റൈറ്റ് തിരിയണം ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ എന്തോ ഒരു തേരോ കുതിരയോ ഗൈസ്. അപ്പം നമ്മളത് കഴിഞ്ഞ് വന്ന് ചായക്കടയിൽ കയറി. അവർക്ക് കാപ്പി കുടിക്കണമെന്ന് പറഞ്ഞു രാവിലത്തെ. അപ്പോൾ നമ്മൾ ഗൈസ് ഇപ്പോൾ ഒരു വണ്ടി വന്ന് നമ്മളെ കയറ്റി ഇറക്കിയേന് ഗൈസ്. അപ്പം എല്ലാവരും കാപ്പിയെല്ലാം കുടിച്ചിട്ട് വണ്ടിക്കകത്ത് പോയി കിടക്കുകയാണ്. നമ്മുടെ ചെക്കൻ അവിടെ കിടപ്പുണ്ട്. നമ്മൾ ഈ ഭയങ്കര ചൂട് കാലമായതുകൊണ്ട് നമ്മൾ AC ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കെന്തായാലും തിരിച്ചല്ല, AC അങ്ങ് ഓഫാക്കണം. ഇനി അവർ തിരിച്ചു പോകുമ്പോൾ അവർക്ക് AC ട്രിപ്പാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അവർക്ക് AC വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെയും കൂടെ ചാർജ് എടുക്കും, അത് വേറെ കാര്യം. നമ്മൾ വലിയ ഇതൊന്നും കൊടുക്കത്തില്ല. പിന്നെ കാരണം നമ്മുടെ ചെക്കന് പകുതി ഇപ്പോൾ അഴുക്കായിട്ടുണ്ട് ചെറുതായിട്ട്. ഇപ്പോൾ നമ്മളിനി തിരിച്ചു പോകുമ്പോഴത്തേക്ക് എന്തുമായിരിക്കും ഗൈസ്. അപ്പം നമുക്ക് അപ്പുറത്തോട്ടൊന്ന് പോകണോ? ഗൈസ് ബസ് വരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് പോകാം. വണ്ടിക്കകത്തോട്ട് എന്നിട്ട് കയറിയേക്കാം. അതാണ് നമ്മുടെ ചെക്കൻ കിടക്കുന്ന കിടപ്പ് കണ്ട. അപ്പം നമുക്ക് ഇവിടെ നേരെ വണ്ടി അങ്ങ് വീശിയെടുക്കാം ഗൈസ്. അപ്പം ഓക്കെ, അപ്പം നമ്മൾ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. കാറ് അപ്പോൾ ഇപ്പുറത്തെ സൈഡും കൂടെ നോക്കിയേക്കാം. അല്ലെങ്കിൽ പുതിയ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് തേഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. ഗൈസ് അപ്പോൾ നമുക്ക് വീശിയെടുത്ത് അങ്ങോട്ട് വിട്ടേക്കാം ഗൈസ്. അപ്പോൾ പിന്നെ എല്ലാവരും ഒന്നുകൂടെ പറയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പിന്നെ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ ഈ വണ്ടി എടുക്കുന്ന വീഡിയോകളും എല്ലാം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. എൻ്റെ പണിക്ക് കൊടുക്കുന്ന വീഡിയോയും പണി കഴിഞ്ഞ് എടുത്തുകൊണ്ട് വരുന്നതും അങ്ങനെ പാർട്ടായിട്ട് കിടപ്പുണ്ട്. ഗൈസ് കൊണ്ട് ഒരു വണ്ടിക്കാരുടെ സൈഡിൽ കൂടെ കയറിപ്പോയി. നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് തിരിയേണ്ടത് ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കൊച്ചാട്ടൻ ലോട്ടറി വയ്ക്കും. നമ്മൾ ലോട്ടറി ഒന്നും ഇപ്പോൾ എടുക്കത്തില്ല. നമ്മളല്ലാതെ കാറിൽ എവിടെയെങ്കിലും പോകുമ്പോഴേ ലോട്ടറി എടുക്കത്തുള്ളൂ. നമുക്കൊരു കാറുണ്ട് ഗൈസ്. അപ്പം ആ കാറ് നിങ്ങളെ ഇതുവരെ കാണിച്ചിട്ടില്ല. നമ്മളത് കാണിക്കാം. നമുക്ക് അതിൻ്റെ പെയിൻ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം, അതും കൂടെ കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ ബീച്ച് എത്തിയിട്ടുണ്ട്. ബീച്ചിൻ്റെ അവിടോട്ട് കയറുന്ന ആർച്ചൊക്കെയാണ് കാണുന്നത് ഗൈസ്. അപ്പം ഓക്കെ, അപ്പം നമ്മളിവിടുന്ന് പതുക്കെ ഇങ്ങനെ ഇടിച്ച് കയറ്റാമെന്ന് വിചാരിച്ചു ഗൈസ്. വണ്ടി കയറും സുഖമായിട്ട്, പക്ഷെ നമ്മളൊന്ന് നോക്കുക എന്നാലും. ഓക്കെ, അപ്പം നമുക്ക് ആളിനെ ഇവിടോട്ടങ്ങ് തട്ടിയേക്കാം. കറക്കാം ഒരു കറക്കം കറങ്ങി വരുമ്പോഴത്തേക്ക് ആളങ്ങ് ഇറങ്ങിക്കോളും ഗൈസ്. അപ്പം എല്ലാത്തിനെയും തല്ലി ഇറക്കി അനങ്ങിയൊക്കെ ഇറങ്ങി വരുമ്പോൾ ഒരു സമയമാവും. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഗൈസ്. അപ്പം നമ്മളും ഇറങ്ങി. നമുക്ക് ഈ സൈഡ് എന്തുവാ, എല്ലാവരും ഡ്രസ് കോഡാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം ഇവിടെ ഇങ്ങനെ എൻ്റെ കടലിനെ നടുക്കോട്ട് പോകാമെന്ന് എന്തോ കാണിക്കുന്നുണ്ട്. നമ്മളതിലൊന്നും കയറുന്നില്ല. എല്ലാം കൂടി ഇടിഞ്ഞ് താഴോട്ട് പോയാൽ നമ്മളപ്പോഴേ വടിയാവും. അതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല. അതിലോട്ട് കയറാനൊന്നും വയ്യ. നമ്മൾ ചുമ്മാ ഇവിടെ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ തന്നെ വണ്ടിയിൽ പോയി കയറി ഇരുന്ന് ഹോണടി തുടങ്ങും അവർ വരുന്നു കയറാൻ. പിന്നെ അവർ കുറച്ച് നേരം ഒന്ന് നിൽക്കട്ടെ. അവർ പറഞ്ഞ സമയം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഹോണടി തുടങ്ങത്തുള്ളൂ, അല്ലാതെ ചുമ്മാ നടന്ന ഇതൊന്നുമില്ല ഗൈസ്. അപ്പം നമ്മളെ കണ്ടപ്പോൾ ക്യാമറയൊക്കെ തിരിച്ച് കാണിക്കുന്നു, നമ്മൾ തന്നെ ഡ്രൈവറാന്നൊക്കെ കാണിക്കുന്നു കേട്ടോ ഗൈസ്. ഏതാ നമ്മൾക്കൊന്ന് മുടിയൊക്കെ ഒന്ന് ചീകി നിൽക്കാം ഗൈസ്. അപ്പോൾ ഇവിടെ വേറെ ഒരു കൊച്ചാട്ടനും കൂടെ ഉണ്ട്. ഉപ്പുവെള്ളത്തിൽ കാല് കൊണ്ട് മണ്ണും ചവിട്ടി കയറണം വണ്ടിക്കകത്ത് ഗൈസ്. ഒരു കൊച്ച് ഉണ്ട്. ചേച്ചിയെ എന്തുകൊണ്ട് തുത്തുരു വേണ്ടാ കൈ നീട്ടിക്കൊണ്ട് വരുന്നത്. എനിക്കൊന്നും വയ്യ എടുക്കാം. അങ്ങോട്ട് മാറിയൊക്കെ വെച്ച്
ആണ്ട് ഇവനേതാണ്ട് വേണമെന്നും പറഞ്ഞുകൊണ്ട് കരയുക കേട്ടോ. അങ്ങേര് ദേഷ്യപ്പെട്ടിട്ട് പറയുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്നൊക്കെ പറയുന്നു അവിടെ നിന്ന്. ചെറുക്കന് കളിപ്പാട്ടം ഏതാണ്ട് വേണം. ഇവിടെ ഏത് കളിപ്പാട്ടം ഇരിക്കുന്നത്? അല്ല ഐസ്ക്രീം അല്ലാണ്ട് ഇവിടെ ഒരു കാറ് കിടക്കുന്നു ഗൈസ്. നല്ല രസമുണ്ട് കാണാൻ. നമുക്കപ്പം കാറിൻ്റെ കളറ് എന്തോ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഗൈസ് എല്ലാവരും തിരിച്ചു വന്ന് കയറി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ തിരിക്കാം. അപ്പം നമ്മളിവിടുന്ന് വണ്ടി എടുക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ തട്ടാതെ വണ്ടി ഇറക്കുകയാണ്. പിന്നെ ഇപ്പം നമ്മൾ ഉച്ചരയായിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ പുതിയ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയ്ക്കൊക്കെ റീച്ച് കുറവാണ്. എല്ലാവരും അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് നിൽക്കേണ്ടതാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കാണണം. കഷ്ടമുണ്ട് എല്ലാവരും. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ, സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടവും വരത്തില്ല. അപ്പം ആ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ വന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടെ ആണ്, ഇനിയും പോകേണ്ടത് റൈറ്റ് സൈഡിൽ കൂടെ ആണെന്നാണ് മാപ്പ് കാണിക്കുന്നത്. അപ്പം നമ്മളിവിടെ നേരെ റൈറ്റ് സൈഡിലോട്ട് ഇറങ്ങണം. മൊത്തം വണ്ടിയാകും. എടുക്കുമ്പോൾ ഇടിച്ചു കഴിഞ്ഞാൽ തേഞ്ഞവിടെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. എന്തായാലും വണ്ടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ച സൈഡിൽ മരത്തെ ചെന്ന് കയറിയെന്ന്. എന്തായാലും അവിടെ കയറിയൊന്നുമില്ല. അപ്പം ഗൈസ് ഇപ്പം നമ്മളിവിടുന്ന് വണ്ടി പിന്നെ പറത്തി അടിച്ചങ്ങ് പോവുകയാണ്. അപ്പം ഓക്കെ ഗൈസ്. അപ്പം നമുക്കിവിടുന്ന് ലെഫ്റ്റ് ഒടിഞ്ഞാണ് കയറേണ്ടത്. അങ്ങോട്ട് റൂട്ട് കാണിക്കുന്നില്ല, പക്ഷേ നമ്മൾ ഒടിച്ചങ്ങ് എടുക്കുകയാണ്. ഇതുവരെ ഒരു വണ്ടി അതുവഴി ഇങ്ങനെ യൂ ടേൺ എടുത്ത് പോയിട്ടില്ല. നമ്മളെന്തായാലും അങ്ങ് പോവുക. നമ്മുടെ വണ്ടി തട്ടത്തില്ലെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. അത് വെച്ചങ്ങ് പോവുകയാണ്. നമ്മൾ പതിയെ അങ്ങോട്ട് എടുക്കുകയാണ് യൂ ടേൺ. ഓ ഗൈസ്, ഓക്കെ. അപ്പം നമ്മൾ അവിടുന്ന് വളച്ചെടുത്തിട്ടുണ്ട്. ഇനി ഗൈസ് നമ്മൾ ഇവിടെ ആശുപത്രിയൊക്കെ കാണാം സൈഡിൽ കേട്ടോ. ആശുപത്രിയുണ്ട്. നമ്മൾ വന്ന വഴിയല്ല നമ്മൾ തിരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പിള്ളേർക്ക് പാട്ടൊന്നും ഇട്ട് കൊടുക്കാനുള്ള ഒരു ഇതില്ല. എന്തായാലും കൊച്ചു പിള്ളേർ പൊടികളൊക്കെയാണ്. അതുങ്ങൾ കരയുകയും ചെയ്യും. പിന്നെ നമ്മുടെ 2-3 സ്റ്റീരിയോ അടിച്ചു പോയി, ബോക്സും എല്ലാം അടിച്ചു പോയി. അപ്പം വോക്കലിൻ്റെ സെറ്റപ്പ് എല്ലാം അടിച്ചു പോയി. സ്പീക്കറിനൊന്നും വലിയ കുഴപ്പമില്ല, പക്ഷേ അകത്തിരിക്കുന്ന സ്പീക്കറുകളെല്ലാം 2 എണ്ണം അങ്ങാണ്ട് പോയി. അത് നമ്മൾ ഈ വോക്കലും അകത്തെ ഇതും കൂടെ ഇട്ടപ്പോഴത്തേക്ക് പടക്കാവുന്ന അടിച്ചങ്ങ് പോയതാണ്. പിന്നെ നമ്മളിനിയും ഗൈസ് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അഴീക്കലിൽ നിന്ന് നമ്മളപ്പം ബാക്ക് ടു നമ്മുടെ നാട്. അപ്പം നമ്മൾ ഈ സ്റ്റാച്ചുവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. എപ്പോഴും വിചാരിക്കും ഇവിടെ ഇറങ്ങണമെന്ന്, പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. നമ്മുടെ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങാം. ഗൈസ് അവിടെ തീയൊക്കെ ഇട്ടേക്കുന്നു, പ്ലാസ്റ്റിക്കൊക്കെ ഞാൻ തോന്നുന്നു. അതിനകത്ത് ചെന്ന് കയറിയില്ല, കൊള്ളാം ഗൈസ്. അപ്പം ചേർക്കാൻ പ്ലാസ്റ്റിക് എല്ലാം കരിച്ച് നാറ്റി പോവുക കേട്ടോ. ഭയങ്കര പാടാ ഗൈസ്. അപ്പം ഇങ്ങനെ പ്ലാസ്റ്റിക് കരിക്കുന്നവരെയൊക്കെ എന്ത് ചെയ്യാനാണ്? ഇവിടെ ഒന്നും വീടും സ്ഥലമൊന്നുമില്ല. പിന്നെ ആരെ ഈ കത്തിക്കുന്നതെന്ന് ആർക്കറിയാം. അപ്പോൾ ഗൈസ് ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാച്ചു കാണാൻ പോവുകയാണ്. അപ്പോൾ ഇതെന്തുവാന്ന് സംഭവം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കിത് കണ്ടിട്ടൊന്നും തോന്നുന്നില്ല. എന്തോ ഒരു ചൈനക്കാരിയുടെ ഒരു ലുക്കുണ്ട്, മറ്റേ വിഷറി പോലത്തെ സാധനമൊക്കെ വെച്ച് വീശുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം ഇത്രയൊക്കെ ഉള്ളു. അപ്പം നമ്മളിവിടുന്ന് നേരെ തിരിച്ച് വിടുകയാണ്. ഇനി ഇവരെ കൊണ്ട് ഇറക്കിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പോകണം. വീട്ടിൽ പോകുന്ന വീഡിയോ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മളപ്പം ഇവരെ കൊണ്ട് ഇറക്കിയിട്ട് വണ്ടി ഒന്ന് വാഷ് ചെയ്യാനും പോകണം. ഇച്ചിരി പരിപാടിയുണ്ട്. നമ്മുടെ വർക്കിന് കയറ്റണം വണ്ടി ഗൈസ്. അപ്പം നമുക്ക് നാളെ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു ഓട്ടം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്നും ഓടിക്കുന്ന ഡ്രൈവർ ഇല്ലെന്നാണ് പറഞ്ഞത്. അങ്ങേരില്ലാത്തതുകൊണ്ട് നമ്മളെ വിളിച്ചേക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനൊന്ന് പോകണം ഗൈസ്. അപ്പം പുറകെ വണ്ടി ഉണ്ടോ ഇല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടുന്ന് വിട്ടിട്ടുണ്ട്. നാളെ അപ്പം നമ്മൾ പ്രൈവറ്റ് ബസ്സിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. നാളെ അല്ല, 2 ദിവസം കഴിഞ്ഞ് ഇച്ചിരി പരിപാടിയുണ്ട്. അപ്പം ഗൈസ് അപ്പം നാളെ ആ വണ്ടിയുമായിട്ട് വരുന്നതാണ്.
പിന്നെ ആ വണ്ടി കിടിലൻ വണ്ടിയായിരിക്കും എനിക്ക് തോന്നുന്നു. ആ വണ്ടിയുടെ പേരൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല. എല്ലാവരും കാത്തിരിക്കുക. അപ്പം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം ഇടുന്ന വീഡിയോ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വണ്ടി ഇനിയും വർക്കിന് കയറണം. നമുക്കിനിയും നമ്മളൊരു വണ്ടിയും കൂടെ എടുക്കുന്നുണ്ട്. ആ വണ്ടിയുടെ വീഡിയോ പുറകെ വരുന്നതാണ്. നമ്മൾ സെക്കൻഡ് വണ്ടിയാണ് എടുക്കുന്നത്. നമുക്ക് ഈ BMRനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പം നമ്മളൊരു BMR തന്നെ ഇങ്ങനെ തൂക്കാമെന്ന് വിചാരിച്ച്. അപ്പം BMR എടുക്കുന്ന പോകുന്ന വീഡിയോ നമ്മൾ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബസ്സുകാരൻ പാസ്സൊക്കെ അടിച്ച് നമ്മൾ കയറിയപ്പോഴത്തേക്ക് ഓക്കെ 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 അപ്പം നമ്മൾ ഒരു മിൽക്ക് വാനാണോ എന്തോ ഒരു ടാങ്കർ ഫ്രണ്ടിൽ കിടക്കുന്നത്, മിൽക്കിൻ്റെയാണെന്ന് തോന്നുന്നു, പാലുവണ്ടിയായിരിക്കും. ഗൈസ് ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട്. എന്തുവാന്നോ നമ്മളിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഇത്ര നാളും പുറത്തോട്ടൊന്നും ഇറങ്ങാമായിരുന്നു. ബസ്സൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴല്ലേ പുറത്തോട്ട് ഇറങ്ങുന്നത്. പിന്നെ നമ്മൾ ഓട്ടം പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ടേ ഒന്നുമല്ല. നമ്മളിവിടെ നിന്ന് സ്ഥലം മേടിച്ചിട്ടില്ലായിരുന്നു ഗൈസ്. അപ്പം നമുക്ക് തെറ്റിപ്പോയി ഗൈസ്. ഇതാണ്ട് ഇവിടെ ആയിരുന്നു ആളിനെ ഇറക്കേണ്ടത്. നമ്മൾ കാര്യം പറഞ്ഞങ്ങ് പോയി. നമുക്ക് റിവേഴ്സ് എടുത്ത് പോകാം. വണ്ടികളൊക്കെ ബസ് കിടക്കുന്നു ഗൈസ്. കുഴപ്പമില്ല, നമ്മളങ്ങ് എടുക്കുകയാണ്. നമ്മുടെ വണ്ടി തട്ടാതെയും മുട്ടാതെയും എടുത്തുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇനിയും കയറണം. ഇതിനകത്ത് കയറണമെങ്കിൽ നമ്മൾക്ക് ഈ റോഡിലോട്ട് ഇറക്കിയിട്ടിട്ടേ വീശി എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്കിങ്ങനെ ഇടിച്ച് കയറ്റാൻ പറ്റത്തില്ല. ചെറിയ ഇതിനകത്തുണ്ടാക്കിക്കൊണ്ട് കയറണമല്ലോ ഗൈസ്. എന്തോ പരിപാടിയൊക്കെയാണ് ഗൈസ്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ എല്ലാവരും വെളിയിലായിരുന്നു. ഒരു ഓട്ടോ മറ്റേ മഞ്ഞ വണ്ടി വരുന്നുണ്ട്. ആ സാധനം ഭയങ്കര മെനയാണ്. നമ്മളിവിടുന്ന് വീശി എടുക്കുമ്പോഴത്തേക്ക് അവൻ ഒരൊറ്റ പോക്ക് പോകും ഇതുവഴി. അവൻ ഭയങ്കര മെനയാണ്. അവനെപ്പോൾ കണ്ടാലും എൻ്റെ പോലെ ഗൈസ്. അപ്പം ഇതിനകത്തോട്ട് വണ്ടി കയറുമോയെന്ന് എനിക്ക് സംശയമാണ്. നമുക്കെന്തായാലും കുത്തി കയറ്റാം. ഒരേത്തൊന്നുമില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ പതിയെ പോട്ടെ 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 ഗൈസ്. അപ്പം നമ്മൾ വലിയ ക്യാമറ എടുത്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ സൈഡിൽ ഇടിച്ച് പറിച്ചതിന് ഗൈസ്. വെളിയിലിറക്കി വിട്ടാൽ പോരായിരുന്നു ഇവന്മാരെ. വരയും കൊണ്ട് അകത്തോട്ട് കയറേണ്ട ഒരു കാര്യമില്ല. ഇവന്മാർക്കിപ്പം അകത്തിറക്കിയാലേ ഇറങ്ങത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഇതൊരു കോളനി പോലെ ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം കൂടെ എനിക്ക് തോന്നുന്നു ഒരു കുടുംബമാണ്. ആർക്കറിയാം. നമ്മൾ ലൈറ്റൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട്, നെയിം ബോർഡ്. അപ്പം ഗൈസ് ഇവരെ എല്ലാം ഇറക്കി വിടുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക.